പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിന് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഈ 5 ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പഠിക്കണം. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം. മാനേജ്മെൻറ്റിൻ്റെ 5 പ്രാധാന്യമുണ്ട്, ആ 5 എണ്ണവും പഠിച്ചു വയ്ക്കുക. ഇനി പഠിക്കാനുള്ളത് മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്, അതുപോലെ മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. ഇത് രണ്ടും പഠിക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ് കൂടി പഠിച്ചു വയ്ക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, അതുപോലെ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. മൂന്നിൻ്റെയും ഫങ്ഷൻസ് കൂടി പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാം. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത് കോഓർഡിനേഷൻ പഠിക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി പഠിച്ചു വയ്ക്കുക. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിൽ പഠിക്കേണ്ടത് ടൈലേഴ്സ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ടൈലറുടെ ശാസ്ത്രീയ മാനേജ്മെൻറ്റ് പഠിക്കണം. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, അതുപോലെ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കൂടി പഠിക്കുക. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനുള്ളത് ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് തത്വങ്ങളാണ്. ഹെൻറി ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് തത്വങ്ങൾ. ഇത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ഇതും പഠിച്ചു വയ്ക്കുക. 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതിൽ 8 എണ്ണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നിർബന്ധമായും ഈ 14 പ്രിൻസിപ്പിൾസും പഠിച്ചു വയ്ക്കുക. ഇനി മൂന്നാമത്തെ ചാപ്റ്ററായ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇതിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്ന് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് പരിതസ്ഥിതിയുടെ പ്രാധാന്യം എന്താണെന്ന് പഠിക്കുക. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഗവൺമെൻറ് പോളിസി ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ഗവൺമെൻറ് നയങ്ങൾ വ്യാപാര മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾ. ഈ 6 മാറ്റങ്ങളും പഠിച്ചു വയ്ക്കുക. ഈ ചാപ്റ്ററിൽ തന്നെ 100% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് പരിതസ്ഥിതിയുടെ മാനങ്ങൾ. ഇതിൽ എക്കണോമിക് എൻവയോൺമെൻ്റ് ഉണ്ട്, സോഷ്യൽ എൻവയോൺമെൻ്റ് ഉണ്ട്, അതുപോലെ ടെക്നിക്കൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, അതുപോലെ ലീഗൽ എൻവയോൺമെൻറ്റ്. ഈ 5 എണ്ണവും പഠിച്ചു വയ്ക്കുക. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇത് 3ഉം കൂടി പഠിച്ചു വയ്ക്കുക. ഇനി 4ാമത്തെ ചാപ്റ്ററായ പ്ലാനിങ്, ആസൂത്രണം. ഇതിലെന്തൊക്കെ പഠിക്കണമെന്ന് നോക്കാം. ഒന്നാമത്തത് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് പഠിക്കണം, അതുപോലെ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് പഠിക്കണം, ആസൂത്രണത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം, അതുപോലെ പ്ലാനിങ് പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം, ആസൂത്രണ പ്രക്രിയ. ഈ 6 എണ്ണവും പഠിച്ചു വയ്ക്കുക. ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ടൈപ്സ് ഓഫ് പ്ലാൻ ചോദിക്കാം. ബഡ്ജറ്റ് എന്താണെന്ന് കൂടി ചോദിക്കാം. ഇനി 5ാമത്തെ ചാപ്റ്ററായ ഓർഗനൈസിങ്, സംഘാടനം. ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓർഗനൈസിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിക്കുക. ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. അത് ഫങ്ഷണൽ സ്ട്രക്ചർ, ഡിവിഷണൽ സ്ട്രക്ചർ. ഇതിൽ രണ്ടിൻ്റെയും മെറിറ്റ്സും ലിമിറ്റേഷൻസും ചോദിക്കാം. അതായത് ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ചോദിക്കാം, അതുപോലെ ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ചോദിക്കാം. ഇനി ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഔപചാരിക സംഘടന, അതായത് ഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്ന് ചോദിക്കാം. അതുപോലെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ട്, ഇതും ചോദിക്കാം. ഫോർമൽ ഓർഗനൈസേഷൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ചോദിക്കാം, അതുപോലെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ചോദിക്കാം. അതുപോലെ ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസും ചോദിക്കാം.